ബത്തേരിയിൽ നിന്നും യാദർശികമായിട്ടാണ് ഞാൻ ഈ ഒരു ഉത്സവത്തിലേക്ക് എത്തിപ്പെട്ടത്. എന്തോ ഒരു രസകരമായിട്ടുള്ള ഉത്സവമാണ് എന്നുള്ളത് വിലയിരുത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ ആരംഭിച്ചത്. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ വിളക്കൊക്കെ പിടിച്ചിട്ട് ലൈനായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ണെത്താ ദൂരമാണ് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ആനയുണ്ട്. ബത്തേരി ടൗൺ മൊത്തത്തിൽ ബ്ലോക്ക് ആക്കിയിട്ടാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോൽമ്പായതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഒരുപാട് ജനാവലിയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇത് റമദാൻ മാസം അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ എല്ലാ മതസ്ഥരും ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഞാനിങ്ങനെ വിലയിരുത്തിയത്. എന്തുമാത്രം ഭംഗിയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ഒരു ഉത്സവമാണ് ക്ഷേത്രത്തിലെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആനവരവ് കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഘോഷിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീകൾക്ക്. അങ്ങനെയാണ് എനിക്കിതിനെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളുടെ സാന്നിധ്യം ഒരുപാടാണ്. ഡാൻസായിട്ടും പാട്ടായിട്ടും അവരും കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു രീതിയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇതൊക്കെ കുട്ടികളുടേതാണ്. ഇനി നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഈ സ്ത്രീകളുടെ കലാപരിപാടി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക. ഒരുപാട് ദൂരെ ഇങ്ങനെ നടന്ന് വന്നിട്ടാണ് ഇവർ ഡാൻസ് കാര്യങ്ങളൊക്കെ തന്നെ കളിക്കുന്നത്. അത് കണ്ടു നിൽക്കാൻ തന്നെ വളരെയധികം രസകരമാണ്. പിന്നീട് കാവടിയൊക്കെ ഏന്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഒരു ഉത്സവ ഘോഷയാത്രൻ്റെ ബാക്കിലായിട്ട് കമ്മിറ്റി ആയിട്ട് ബാക്കിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ഏരിയയും വിവിധ തരം ആളുകൾ ബാഡ്ജ് കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് നിയന്ത്രിക്കുന്നതൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇനം കലാപരിപാടികളാണ് നമുക്ക് ഈ ഘോഷയാത്രയിൽ കാണാൻ സാധിക്കുന്നത്. സൈഡിലുമായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം തന്നെ അതിൻ്റെതായ ഒരു ഭംഗിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്തുമാത്രം ആസ്വദിച്ചിട്ടാണ് ഇവർ ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത് എന്നാണ് ഞാനിങ്ങനെ നോക്കിക്കുന്നത്. ടീമിൻ്റെയും ഡ്രസ് കോഡ് വളരെയധികം രസകരമാണ്. എന്തുമാത്രം മനോഹരമാണ് അതിങ്ങനെ ഒരേ രീതിയിലായതുകൊണ്ട് കാണാൻ എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്. ആ താളത്തിനും മോളത്തിനുമൊത്ത് ഇവരിങ്ങനെ ആഘോഷിക്കുന്നത് കാണാൻ തന്നെ കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ വളരെയധികം സന്തോഷമാണ് എന്നുള്ളതാണ്. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആയിട്ടാണ് ഈ ഒരു ഏരിയ നമുക്ക് അനുഭവപ്പെടുന്നത്. ബത്തേരിയെ പറ്റി പിന്നെ പറയേണ്ടതില്ലല്ലോ. വൈകിട്ടായി കഴിഞ്ഞാൽ തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ആഘോഷം കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. യാദർശികമായിട്ടാണ് ഞാൻ ഈ ഒരു ആഘോഷവേളയിലേക്ക് എത്തിപ്പെട്ടത്. ഒരു ഭാഗത്ത് ചെണ്ടകൊട്ട്, ഒരു ഭാഗത്ത് തീയരുടെ ആട്ടം ചാട്ടം, ഒരു ഭാഗത്ത് കാവടി ഏന്തിക്കുട്ട്, ഒരു ഭാഗത്ത് ആന, ഒരു ഭാഗത്ത് കുട്ടികളുടെ ഡാൻസ്, ഒരു ഭാഗത്ത് സ്ത്രീകളുടെ വിവിധതരം വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ. അടിപൊളിയായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്സവ ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടതിൽ വളരെയധികം സന്തോഷം, വളരെയധികം എൻജോയ് ആയിട്ടുള്ള ഒരു മൂമെൻറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഇവരെ കൊണ്ട് സാധിക്കുന്നു എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ച് പോയത്. ഒരു കുടത്തിന് മേലെ ആ ഒരു കാവടി വെച്ചിട്ട് അതിങ്ങനെ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നിയന്ത്രിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അവരുടെ ആ ഒരു കാലിലെ ചൂടും വളരെയധികം മനോഹരമായിട്ടുണ്ട്.
ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ ആഘോഷം. കാരണം ഓരോ ഏരിയയിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കലാപരിപാടികളാണ് ഞാനൊക്കെ കണ്ടിട്ടുള്ളത്. ചില ഏരിയയിലുള്ള ആഘോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ ടീംസാവും വന്നുകൊണ്ടേയിരിക്കുക. ഇത് ഫുള്ള് വ്യത്യസ്തമായിട്ടുള്ളത്, ഒന്നിനൊന്ന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. ക്ലീനിങ് സിറ്റി ആയിട്ടുള്ള സുൽത്താൻ ബത്തേരിയുടെ ആ ഒരു കാഴ്ച അത് വേറെ ലെവലാണ്. ഇരു സൈഡുകളിലും മനോഹരമായിട്ടുള്ള ആ ഒരു വൃത്തിയുള്ള ഒരു സാഹചര്യമുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. രണ്ട് സൈഡിലും അതിനനുസരിച്ച് ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നുണ്ട്, ഉന്തും തിരക്കും ഒന്നുമില്ലാതെ. ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്ന ആ ഒരു പയ്യൻ്റെ ആത്മാർത്ഥതയാണ് ഞാനിങ്ങനെ നോക്കി നിന്ന് പോയത്. എന്തുമാത്രം രസകരമായിട്ടാണ് അവനതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത്. കിട്ടിയ അവസരം മുതലാക്കുക എന്ന് പറയില്ല, അത് ഇതിനാണ് കേട്ടോ. ഈ കാണുന്ന ഒരു പ്രതലുണ്ട്, അത് കയറ്റമാണ്. പക്ഷെ ഇവർ ആ ഒരു ആസ്വാദനയിൽ ഇങ്ങനെ മുഴുകിയത് കൊണ്ട് അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ പോരാത്തത് അവരുടെ കാലിലൊന്നും തന്നെ ചെരുപ്പോ മറ്റൊന്നുമില്ല. ഈ ഒരു പരിപാടിയിലുള്ള എല്ലാ ടീമും ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ആ ഒരു കലാരൂപം അത് മാക്സിമം ഇവർ എഫേർട്ട് എടുത്തിട്ട് അതിൻ്റേതായ ആ ഒരു തനതായ രീതിയിൽ ഇവർ അതിങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ വേറെ തന്നെ ഒരു രസകരമാണ് എന്നുള്ളതാണ്. പിന്നെ എടുത്ത് പറയേണ്ടത്, ഇരു സൈഡുകളിലും ഒന്നും തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെയാണ് ആളുകൾ ഇതിങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാ വേറൊരു ടീം, ഇതും അതുപോലെ തന്നെയാണ്. എന്തുമാത്രം വൈവിധ്യങ്ങളാണ് ഇവർ ഈ ഒരു സംഭവത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഞാനിങ്ങനെ നോക്കി കണ്ടുപോയത്. ഇനി ഇവിടെ നിന്നാണ് വിളക്ക് ഏന്തിയിട്ടുള്ള കിലോമീറ്റർ കണക്കിന് ദൂരം രണ്ട് സൈഡിൽ നിൽക്കുന്ന സ്ത്രീകളെ കാണാൻ സാധിക്കുക. കണ്ണെത്താ ദൂരമാണ് ഇവരിങ്ങനെ നടന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. ലൈനായിട്ട് ഇതങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഏകദേശം ഈ ഒരു ടൗണിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് തന്നെ ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അതിൻ്റെ കുറേ ദൂരത്തു നിന്നാണ് ഇവർ ഈ ഒരു നടത്തം തുടങ്ങിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറേ സ്ത്രീകൾ വെള്ള സാരി ഇങ്ങനെ എടുത്തിട്ട് വിളക്കുമേന്തിയിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ ഒരു വൈവിധ്യമാണ് എന്നുള്ളതാണ്. ആ ഒരു സ്ത്രീകളുടെ ബാക്കിലായിട്ടാണ് ആന വരുന്നത് കാണാൻ സാധിക്കുന്നത്. 3 വലിയ പടുകൂറ്റൻ ആനകൾ.